Hi friends, welcome back. iPhone 15 Plus എന്ന ഈ ഫോണിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. iPhone 15 പ്ലസിലേക്ക് വരുമ്പോൾ 14, 13, 12 അങ്ങനെയുള്ള ബേസ് മോഡലുകൾ എടുത്ത് ഉപയോഗിച്ച് വരുന്ന ആൾക്കാർ ഇനിയും ഈ പ്രോ മോഡലൊന്നും കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ബേസ് ഒക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് 15 പ്ലസ് എന്ന ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതേപോലെ ഇതെടുക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഈ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട്, ഇതിലൊന്നുമില്ല, അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് റിയലി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റമായിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെ നല്ല വശങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, വിശദമായിട്ട് തന്നെ നമുക്ക് ഇന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ജസ്റ്റ് യൂഷ്വൽ ആയിട്ടുള്ള ആപ്പിൾ ബോക്സ് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫോണാണ് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത്. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ ബ്രൈഡഡ് കേബിൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് C to C കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെന്റേഷൻ സിംറ്റോളൊക്കെ ബോക്സിൽ വേറെ ഉണ്ട്. സ്റ്റിക്കേഴ്സും പതിവ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. സോ അപ്പോൾ നമുക്കിനി ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ഓരോ ഭാഗത്തിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ വിശദീകരിക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ഡിസൈൻ. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഡിസൈൻ എനിക്ക് പോരായ്മയായിട്ടൊന്നും പറയാനില്ല. ഇതിലെല്ലാം തന്നെ നന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡിൽ മുൻപ് ഗ്ലോസി ഡിസൈൻ ആയിരുന്നു, ഗ്ലാസ് ഡിസൈൻ ആയിരുന്നു, അത് ഗ്ലോസി ഫിനിഷ് ആയിരുന്നു, റിഫ്ലക്റ്റീവ് ആയിരുന്നു. എന്നാൽ ഇത്തവണ ഒരു ഫ്യൂസ്ഡ് ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. അതായത് സ്മഡ്ജസ് ഒന്നും പിടിക്കാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ. മാറ്റ് ഫിനിഷ് ആണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി മാറ്റ് ഫിനിഷ് അല്ല, മാറ്റിന്റെ ഒരു ഫീൽ അല്ല കിട്ടുക, പകരം ഒരു സോഫ്റ്റ് ഫീലാണ് കിട്ടുക. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സ്മഡ്ജസ് ഒന്നും പിടിക്കില്ല, ആ രീതിയിലേക്ക് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു, നന്നായി. പിന്നെ ഇതിന്റെ എഡ്ജൊക്കെ ഈ പ്രോ പ്ലസിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ചെറിയ കർവ് കൊടുത്തുള്ളത് കൊണ്ട് ഒരു പ്രീമിയം ഫീല് തോന്നുന്നുണ്ട്. ഇത്തിരി കൂടി കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു സോഫ്റ്റ് സ്മൂത്ത് ഫീല് തോന്നുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ് അടക്കം കൊടുത്തിരിക്കുന്നതുകൊണ്ട്, അതായത് അവരുടെ നോച്ച് മാറ്റി ഇപ്പോൾ പ്രോ മോഡലുകളിലുള്ള ആ ഡൈനാമിക് ഐലൻഡ് എടുത്ത് ഇതിലും കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു പുതിയ ഒരു ഫീല് കൂടി അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഒരു ഗുണമാണ്. സോ ഇങ്ങനെ ഡിസൈനിൽ മൊത്തത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ 15 Pro Max എന്ന ഈ ഫോണുമായിട്ട് സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, രണ്ടും ഏറെക്കുറെ ഒരേപോലെയുള്ളൊരു ഡിസൈനാണ്. ഈ പ്ലസിൽ ബെസിൽസ് ഇത്തിരി കൂടുതലാണ് എന്നൊഴിച്ച് നിർത്തിയാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. സോ കുറേ അധികം ഡിസൈൻ്റെ ഭാഗത്ത് അപ്ഗ്രേഡുകൾ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം തന്നെ നന്നായി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമുക്ക് പോരായ്മകളൊന്നും പറയാനില്ല. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ 14 ആയാലും 14 പ്ലസ് ആയാലും ഒക്കെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരുന്നു. അതേപോലെ തന്നെയുള്ള നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഡൈനാമിക് ഐലൻഡ് വന്നിരിക്കുന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇത്തവണ. കഴിഞ്ഞ തവണ പ്രോ മോഡലിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത്തവണ ഈ മോഡലിലേക്കും ബേസ് മോഡലുകളിലേക്കും വന്നിരിക്കുന്നു ഡൈനാമിക് ഐലൻഡ്. നമുക്ക് അവിടെ എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഭാഗത്ത് കാണാം. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടാൽ അതും അവിടെ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതിൽ ടച്ച് ചെയ്താൽ വിഡ്ജറ്റ് ആയിട്ട് മാറുന്നു, ഹോൾഡ് ചെയ്താൽ വിഡ്ജറ്റ് ആയിട്ട് മാറുന്നു, ടച്ച് ചെയ്താൽ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നു. കോളൊക്കെ വരുമ്പോൾ ആ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ സ്റ്റൈലിൽ വരും. അതും ഒരു മാറ്റമാണ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ ബ്രൈറ്റ്നസ് 2000 നിറ്റ്സിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്, 1600 നിറ്റ്സിൻ്റെ HDR ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതാണ്. ഡൈനാമിക് ഐലൻഡും ബ്രൈറ്റ്നസ് കൂട്ടി എന്നുള്ളതാണ്. ക്വാളിറ്റി വൈസ് യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഈ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വളരെയധികം വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു പോരായ്മയുണ്ട്. 60 ഹെർട്സിൻ്റെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ കൂടിയ മോഡലായ 15 Pro Maxോ പ്രോയോ എടുക്കേണ്ടി വരും. അതായത് പ്രോ മോഡലുകളെയും ബേസ് മോഡലുകളെയും വേർതിരിക്കുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാക്കി ഉപയോഗിച്ചിരിക്കുകയാണ് ഈ 60 ഹെർട്സിനെയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അതൊക്കെ വേണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അവരുടെ ഫോണുകൾ പ്രീമിയം ഫോണുകളാണ്. സോ പ്രീമിയം ഫീച്ചർ വേണമെങ്കിൽ പ്രീമിയം മോഡൽ എടുക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ബട്ട് എങ്കിലും അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിൽ പോലും 10,000 രൂപയുടെ ഫോണുകളിൽ പോലും 90 ഹെർട്സും 120 ഹെർട്സും കാണുന്ന ഈ കാലഘട്ടത്തിൽ 80,000 രൂപയുടെ ഫോണിൽ അതില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു തരത്തിലും നമുക്ക് ഓക്കെ പോട്ടെ എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. അതൊരു ബേസിക് ആവശ്യമാണ്. ഒരു നല്ല സ്മൂത്തായ ഡിസ്പ്ലേ ഇന്ന് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും കിട്ടും. ആൻഡ്രോയിഡ് നല്ല എല്ലാ ഫോണിലും കാണണം. അതൊരു ബേസിക് സെറ്റപ്പായിട്ട് മാറുകയാണ്. പക്ഷേ അവരത് കൊടുത്തിട്ടില്ല. അവരത് പ്രോയിലേക്ക് വെച്ചത് ആ ഒരു സംഭവം, ഈ 120 ഹെർട്സ് എന്ന് പറയുന്ന സംഭവം പ്രോയിൽ മാത്രമായിട്ട് ഒതുക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 12, 13, 14 ഒക്കെ ഉപയോഗിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയൊക്കെ 60 ഹെർട്സ് ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ 120 ഹെർട്സ് കിട്ടേണ്ടുന്ന ഒരു ആവശ്യം ഈ ഒരു കാലഘട്ടത്തിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ മാറ്റം തോന്നുമെന്ന് ചോദിച്ചാൽ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉപയോഗിച്ച് വന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം തോന്നും, പോരായ്മ തോന്നും. ബട്ട് 60 ഹെർട്സ് ഉപയോഗിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ 12, 13, 14 ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും തോന്നാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് സാരം. അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഈ ഡിസ്പ്ലേയുടെ ഭാഗത്തെ ഒരു പോരായ്മയായിട്ട് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ A16 ബയോണിക് ചിപ്സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് A15 ആയിരുന്നു. കഴിഞ്ഞ വർഷം പ്രോ മോഡലിലായിരുന്നു A16 ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ബേസ് മോഡലിലേക്ക് A16 കൊടുത്തിരിക്കുന്നു. ഈ വർഷം A17 Pro പ്രോസസ്സർ പുതിയതായിട്ട് വന്ന 3nm പ്രോസസ്സർ പ്രോ മോഡലിലാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആപ്പിൾ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. പ്രോ മോഡലിലായിരിക്കും പുതിയത്. കഴിഞ്ഞ വർഷത്തെ പ്രോ മോഡലിലത്തെ പ്രോസസ്സറായിരിക്കും
ബേസ് മോഡലിൽ കൊടുക്കുക. അതാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ബട്ട് ബേസ് മോഡലുകൾ ഉപയോഗിച്ച് വന്നവരെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും A16 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡ് ആണ്. സോ പെർഫോമൻസിലും അപ്ഗ്രേഡ് വരുത്തിയിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ടും. പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല, അടിപൊളി പെർഫോമൻസ് ആണ്. ഗെയിം കളിക്കാനും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ പെർഫോമൻസിൽ നമ്മുടെ 14, 13 ഒക്കെ അപേക്ഷിച്ച് കംപ്ലീറ്റ് അപ്ഗ്രേഡ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗത്തെ അടുത്തൊരു നല്ല വശം. ഇവിടെ പോരായ്മയൊന്നും പറയാനില്ല, സെറ്റാണ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അപ്ഗ്രേഡ് കൊടുത്തിരിക്കുന്നു. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുന്നു ബേസ് മോഡലിലും. മുമ്പ് പ്രോ മോഡലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ വർഷം ബേസ് മോഡലിലും 48 മെഗാ പിക്സൽ കൊടുത്തിരിക്കുന്നു. സോ നല്ല ക്വാളിറ്റി ഇമേജുകൾ 24 മെഗാ പിക്സലിൽ നമുക്ക് എടുക്കാം. 24 മെഗാ പിക്സലിൻ്റെ റെസൊല്യൂഷനിലാണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 മെഗാ പിക്സലിലേക്ക് മാറ്റാം. ബട്ട് 24 തന്നെ ഡീസൻറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഫോട്ടോസ്. സെൽഫി 12 മെഗാ പിക്സലിൻ്റെ ആണ്. അതിലും നമുക്ക് ഡീസൻറ്റ് ക്വാളിറ്റി ഫോട്ടോസ് കിട്ടും. 48 മെഗാ പിക്സൽ വരുന്നതിൻ്റെ ഒപ്പം ഈ ബേസ് മോഡലിലും 2x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോ ഒക്കെ നൈസായിട്ട് ഷൂട്ട് ചെയ്യാം. ഏത് കാര്യത്തിലായാലും ഏത് സിറ്റുവേഷനിലായാലും എങ്ങനെയായാലും സെറ്റ് ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും ഈ ഒരു ഫോൺ കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ക്യാമറ പർപ്പസ് ഉറപ്പായിട്ടും ഈ ഫോൺ ഓക്കെയാണ്. പക്ഷേ എനിക്ക് പൊതുവേ ആപ്പിളിൻ്റെ ഫോണുകൾ വരുമ്പോൾ ഈ കളറുകൾ ഇച്ചിരി കുറവായിട്ടാണ് ഇവർ കാണിക്കുക. അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴായിരിക്കും. എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ചെയ്യാം. ഞാനിവിടെ 2-3 ഫോട്ടോകൾ ഇതിൽ നോർമലി കിട്ടിയതും ഞാൻ എഡിറ്റ് ചെയ്തതും കാണിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്താൽ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ല. നല്ല ക്വാളിറ്റി ഇമേജ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. സോ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ. ഒരു വിഷയമില്ല, ബെസ്റ്റ് ക്വാളിറ്റി ക്യാമറ. പിന്നെ കഴിഞ്ഞ ദിവസം സാംസങ് S23 അൾട്ര വേഴ്സസ് iPhone 15 Pro Max എന്ന വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഐഫോണുകളിൽ, പുതിയ ജനറേഷൻ ഐഫോണുകളിൽ എടുക്കുന്ന നോർമൽ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ പോർട്രേറ്റ് ആക്കാൻ പറ്റുമെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു. സാംസങ്ങിലും അത് പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഫോക്കസ് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, മുമ്പിൽ നിൽക്കുന്ന ആളെ വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്ലർ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന ആളെ വേണമെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്ലർ ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസിൽ വേണമെങ്കിൽ ആ രീതിയിലും നമുക്ക് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോക്കസ് സെറ്റ് ചെയ്തുകൊണ്ട് പോർട്രേറ്റ് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ കാര്യം ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്തിരി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. സ്റ്റീരിയോ സ്പീക്കർ അടിപൊളി ക്വാളിറ്റിയാണ്. ചെറിയൊരു സാമ്പിൾ നമുക്കൊന്ന് കേൾക്കാം. കണ്ടോ, ഇതൊക്കെ പതിവ് പോലെ തന്നെ ടോപ്പ് ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോള്, നെറ്റ്വർക്ക് ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാനിപ്പോൾ എൻ്റെ എയർടെൽ സിം ഇതിലിട്ടിരിക്കുന്നത് ഒരു വിഷയമില്ല, സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ USB-C കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ്. ഇതുവരെയും ആ ലൈറ്റ്നിങ് കേബിൾ തൂക്കിക്കൊണ്ട് നടക്കണം എല്ലായിടത്തേക്കും. ഇനി ആ ആവശ്യമില്ല. എവിടെ ചെന്നാലും Type-C കേബിൾ കിട്ടാനുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ഇവിടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആപ്പിൾ ഒഴികെ ബാക്കി എല്ലാ ബ്രാൻഡുകളും നമുക്ക് USB 3.0 ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവരത് കൊടുക്കുന്നില്ല. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോ മോഡലുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. കൂടിയ സ്പീഡ് വേണമെങ്കിൽ പ്രോ മോഡൽ എടുക്കണം. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമായിട്ട് ഇതും കൊടുത്തിരിക്കുകയാണ് അവർ. ബട്ട് എന്ത് തന്നെ ആയാലും നിങ്ങൾ ലൈറ്റ്നിങ് കേബിൾ വെച്ച് ഇത്രയും കാലം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു, നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതേ സ്പീഡ് ഇവിടെയും കിട്ടും. മാത്രവുമല്ല USB-C ആയതുകൊണ്ട് യൂണിവേഴ്സൽ ആയിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ USB 3.0 ഇല്ല എന്നുള്ളത് ഈ വിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. ബട്ട് പറഞ്ഞ പോലെ പ്രീമിയം മോഡലിലാണ് അതൊക്കെ അവർ വെച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഡിഫറൻസിയേഷന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആക്ഷൻ ബട്ടൺ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ മ്യൂട്ട് സ്വിച്ച് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ആക്ഷൻ ബട്ടൺ നമ്മുടെ പ്രോ മോഡലുകളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സിം കാർഡ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ സിം ആണ് വരുന്നത്. ഒരു ഈ സിം സപ്പോർട്ട് ചെയ്യും. സോ ടോട്ടലി ഡുവൽ സിം എന്ന് പറയാം. സോ ഫിസിക്കൽ സിം ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ iPhone 15 Plus എന്ന് പറയുന്നത് ഐഫോണിൽ തന്നെ ഏറ്റവും നല്ല ബാറ്ററി ലൈഫ് തരുന്ന ഫോണാണ്. ഇത് ഞാൻ അങ്ങനെ ബാറ്ററി ലൈഫ് അറിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ബട്ട് 1-2 ദിവസം സുഖമായിട്ട് എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. കാരണം ഞാനിത് പ്രൈമറി ഫോണായിട്ടാണ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് 2 ദിവസം വരെ ബാറ്ററി ലൈഫ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് സാധാരണ യൂസിൽ. സോ ബാറ്ററി ലൈഫ് ഒരു ടെൻഷനേ വേണ്ട. ചാർജിങ്ങിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. 20 വാട്ടിൻ്റെ ചാർജർ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ ബാറ്ററി ലൈഫ് സെറ്റപ്പ് കാര്യങ്ങൾ 14 എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് 15 Plusലേക്ക് വരുമ്പോഴും കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു നല്ല കാര്യം ഈ ഫോണിൽ അവർ വരുത്തിയിരിക്കുന്നത് പ്രൈസ് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഡിസൈനിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നിരിക്കുന്നു, പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു, ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു, എല്ലാം അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ പ്രൈസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള അതേപോലെ നിർത്തിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ മൊത്തത്തിൽ iPhone 15 Plusനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 12, 13, 14 എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. കാരണം
ഒന്നാമത് യൂണിവേഴ്സലായ ടൈപ്പ് സി വരുന്നു, അതേപോലെ നല്ല ഡിസൈൻ വ്യത്യാസം വന്നിരിക്കുന്നു, ഡിസ്പ്ലേ ഡൈനാമിക് ഐലൻഡ് വന്നിരിക്കുന്നു, പെർഫോമൻസിൽ അപ്ഗ്രേഡ് വന്നിരിക്കുന്നു, ക്യാമറയിൽ അപ്ഗ്രേഡ് വന്നിരിക്കുന്നു, ഇത്രയധികം കാര്യങ്ങളിൽ അപ്ഗ്രേഡ് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ പ്രൈസ് കൂട്ടിയിട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്താൽ എല്ലാ തരത്തിലും അപ്ഗ്രേഡായ ഒരു ബേസ് മോഡൽ ഐഫോൺ നിങ്ങൾക്ക് കിട്ടും. അത് 15 ആയിക്കോട്ടെ, 15+ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞ ഓരോ സെക്ഷനിലെയും പോരായ്മകൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അത് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി. സോ അപ്പോൾ അതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കൺക്ലൂഷൻ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഈ ഫോണുകളുടെ പ്രൈസ് 128 GB 15 മോഡലിന് വരുന്നത് 79,900, അതായത് 80,000 രൂപയാണ്. 15+ൻ്റെ പ്രൈസ് വന്നിട്ട് 89,900 ആണ്. സോ എന്താണ് നിങ്ങൾ ഈ ഫോണിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ വിചാരിക്കുന്ന പോലെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.